ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ച് ഇറാനിൽ നിന്ന് പുറത്തുവന്ന പുതിയ ശബ്ദരേഖ അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരഗാച്ചിക്കെതിരെ ഇറാന്റെ തന്നെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നീം രംഗത്ത് വന്നത് ഈ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക്കുമായി ഒരു സമാധാന കരാറിലെത്താൻ ശ്രമിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും നീക്കങ്ങൾക്ക് ഈ സംഭവം കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇറാന്റെ നയതന്ത്ര നീക്കങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തെക്കാൾ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനുള്ള സ്വാധീനമാണ് ഇവിടെ വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. പ്രമുഖ മാധ്യമ പ്രവർത്തകൻ റിഫാത്ത് ജാവേദ് നിരീക്ഷിക്കുന്നത് പോലെ ഇറാന്റെ വിദേശ നയത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും IRGCയിലേക്ക് മാറുന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. വിദേശകാര്യ മന്ത്രാലയം നടത്തുന്ന നയതന്ത്ര ചർച്ചകൾ പലപ്പോഴും സൈനിക വിഭാഗത്തിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന തോന്നൽ ഇറാൻ ഭരണകൂടത്തിനുള്ളിൽ തന്നെ ശക്തമാണ്. വിദേശകാര്യമന്ത്രി അരാച്ചി പാശ്ചാത്യ രാജ്യങ്ങളുമായി നടത്തുന്ന ചർച്ചകളിൽ IRGCക്ക് അതൃപ്തിയുണ്ടെന്ന വാർത്തകൾക്ക് പുതിയ ശബ്ദരേഖ അടിവരയിടുന്നു. ഹോർമൂസ് കടലിടുക്ക് പോലുള്ള തന്ത്രപ്രധാനമായ മേഖലകളിൽ സൈനികമായ മേധാവിത്വം നിലനിർത്താനാണ് IRGC ആഗ്രഹിക്കുന്നത്. അമേരിക്കയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും ഉപരോധങ്ങളിൽ നിന്ന് മോചനം നേടാനും ഇറാനിലെ സിവിൽ ഭരണകൂടം ശ്രമിക്കുമ്പോൾ കടുത്ത നിലപാടുകളുമായി സൈന്യം അതിനെ പ്രതിരോധിക്കുകയാണ്. തസ്നീം വാർത്താ ഏജൻസി വിദേശകാര്യ മന്ത്രിക്കെതിരെ പരസ്യമായി വിമർശനം ഉന്നയിക്കുന്നത് ഇറാനിലെ ആഭ്യന്തര അധികാര തർക്കത്തിന്റെ പ്രതിഫലനമാണ്. വിദേശ നയത്തിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്ന ഉദ്യോഗസ്ഥരെ സൈനികപക്ഷം സംശയത്തോടെയാണ് വീക്ഷിക്കുന്നത്. ഇത് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ആഗോള ചരക്ക് നീക്കത്തെയും ബാധിക്കാനിടയുണ്ട്. ട്രംപ് ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ മാറ്റം വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഇറാനിലെ ഔദ്യോഗിക ഭരണകൂടവുമായി ചർച്ചകൾ നടത്തിയാലും അതിന്റെ അന്തിമ തീരുമാനം എടുക്കുന്നത് സൈനിക ശക്തികളാണെന്ന യാഥാർത്ഥ്യം സമാധാന കരാറുകളുടെ വിശ്വാസ്യതയെ ബാധിക്കും. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അധികാരം വെട്ടിക്കുറയ്ക്കപ്പെടുന്നത് ഇറാനെ കൂടുതൽ പ്രവചനാതീതമായ ഒരു രാഷ്ട്രമാക്കി മാറ്റിയേക്കാം. ഇത് ഗൾഫ് മേഖലയിലെ സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കുകയും അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവിലയിൽ വലിയ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും. IRGCയുടെ ഈ പിടിമുറുക്കൽ ഇറാന്റെ വരാനിരിക്കുന്ന നയതന്ത്ര ബന്ധങ്ങളെ എപ്രകാരം ബാധിക്കുമെന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. പ്രാദേശികമായ സുരക്ഷാ പ്രശ്നങ്ങളിൽ മാത്രമല്ല, ആഗോളതലത്തിലുള്ള വ്യാപാര പാതകളുടെ കാര്യത്തിലും കടുത്ത നിലപാടുകൾ സ്വീകരിക്കാൻ സൈന്യം നിർബന്ധിതരായേക്കാം. റിഫാത്ത് ജാവേദിനെ പോലുള്ള നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഇറാൻ നയതന്ത്രത്തിന്റെ സൈനികവൽക്കരണം സമാധാന ശ്രമങ്ങളെ വർഷങ്ങൾ പിന്നോട്ട് കൊണ്ടുപോയേക്കാം. വരും ദിവസങ്ങളിൽ ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണങ്ങളും IRGCയുടെ നീക്കങ്ങളും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നിർണായകമാകും.